ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. വലിയ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉയരുന്നത്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? അക്ഷയ്, രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിന് മുമ്പ് 18 ദിവസത്തെ ജയിൽവാസം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാഹുലിനോട് ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വസതിയിലേക്കാണ് പോയിരിക്കുന്നു എന്നാണ്. രാഹുലിൻ്റെ അടുത്ത ബന്ധുവും അഭിഭാഷകരും സുഹൃത്തുമായാണ് രാഹുൽ മാങ്കൂട്ടത്തും എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിനോ പി രാജൻ ഈ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാനായി ജയിലിൻ്റെ മുമ്പിലേക്ക് എത്തി എന്നതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് അവകാശപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയും ജനപ്രതിനിധി കൂടിയായിരിക്കുന്ന റിനോ പി രാജൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാനായി സബ് ജയിലിന് മുമ്പിലേക്ക് എത്തി എന്നാണ്. എന്നാൽ മാധ്യമപ്പടയെ കണ്ടപ്പോൾ തന്നെ റിനോ പി രാജൻ തിരികെ പോവുകയും ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, 18 ദിവസത്തെ ബലാത്സംഗ കേസിൽ കർശന ഉപാധികളോടെ രാഹുലിന് ജാമ്യം ലഭിക്കുമ്പോൾ രാഹുലിനെ ജയിലിന് മുമ്പിൽ സ്വീകരിക്കാനായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിനോ പി രാജനെത്തി മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനോട് കൂടിയാണ് കാർ ഓടിച്ചുകൊണ്ട് രാഹുലിനെ സ്വീകരിക്കാൻ എത്തിയത്. രാഹുലിൻ്റെ ബന്ധുവും ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് പാർട്ടിയോ യൂത്ത് കോൺഗ്രസോ രാഹുലിനെ 18 ദിവസം ജയിൽവാസം കഴിഞ്ഞ ശേഷം രാഹുലിനെ കൈവിടുന്നില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഹുലിനെ സ്വീകരിക്കാനായി എത്തിയത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തന്നെയായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിനോ പി രാജനും മറ്റൊരു അടൂരിലെ പ്രമുഖ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ചേർന്നാണ് രാഹുലിനെ ആദ്യം എത്തിയത്. എന്നാൽ മാധ്യമങ്ങളെ കണ്ടതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ റിനോ പി രാജൻ സ്ഥലം കാലിയാക്കുകയും ചെയ്തു. പിന്നീട് ബന്ധുവായി എത്തിയാണ് രാഹുലുമായി കാറിൽ ഇപ്പോൾ തിരികെ അടൂരിലെ വസതിയിലേക്കെന്ന് മനസ്സിലാക്കുന്നു അങ്ങോട്ട് പോയത്. ഇതിനു മുമ്പിൽ ഈ കോടതിക്ക് മുൻപിൽ യുവമോർച്ച പ്രതിഷേധമുണ്ടായിരുന്നു. യുവമോർച്ച പ്രവർത്തകർ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോഴും റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് 18 ദിവസത്തിനും കർശന ഉപാധിയുടെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ ജാമ്യം ലഭിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ സംരക്ഷണം രാഹുലിന് കിട്ടുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി തന്നെ, സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ യൂത്ത് കോൺഗ്രസിനെ രാഹുലിനെ സ്വീകരിക്കാനായി കോടതി ജയിലിന് മുമ്പിലേക്ക് എത്തുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗ കേസിൽ, പീഡന കേസിൽ അറസ്റ്റിലായി 18 ദിവസം ജയിൽവാസം അനുഷ്ഠിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കാൻ, രാഹുലിനെ സ്വീകരിക്കാനായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിനോ പി രാജനും മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനോടെ ചേർന്നാണ് എത്തിയിരുന്നത്. അങ്ങനെ ഇപ്പോൾ രാഹുൽ ജയിൽ മോചിതനായിരിക്കുവാണ്, പുറത്തേക്ക് എത്തിയിരിക്കുവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, 1ാം ബലാത്സംഗ കേസിൽ രാഹുലിനെതിരെ ഗുരുതര പരാമർശം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടിന് തിരിച്ചടിയാവുന്ന പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ദിവസം കൂടിയാണ്. ഒരു ഭാഗത്തിന് രാഹുലിന് ജയിൽവാസത്തിൽ നിന്ന് മോചനം ലഭിക്കുമ്പോൾ ആശ്വസിക്കുമ്പോൾ, മറുഭാഗത്ത് ഹൈക്കോടതിയുടെ പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ രാഹുൽ 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ രാഹുൽ മാങ്കൂട്ടനെ സ്വീകരിക്കാനായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിനോ പി രാജനും എത്തിയിട്ടുണ്ടായിരുന്നു. അക്ഷയ്.